സമയം രാത്രി 10 മണി കഴിഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി ഒരുമിച്ച് ഒരു യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരെയും നമ്മുടെ ഹോട്ട് എക്സ്പ്രസിലെ ചാനലിലേക്ക് നമ്മുടെ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ടൈം 10:35 നമ്മൾ യാത്ര പോകുന്നത് രാജധാനി എക്സ്പ്രസ്സിലാണ്. അപ്പോൾ അല്പം ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഗോവയിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് മഡ്ഗാവിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് എസിലാണ് 5 ഫാമിലിയും ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ 8-9 മാസങ്ങൾക്ക് മുമ്പ് ഒരു വയനാട് ട്രിപ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ കുറുവ ഉൾപ്പെടെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം നമ്മുടെ ഈ ഫ്രണ്ട്സും ഫാമിലി ഒരുമിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറിയതും 11 മണി കഴിഞ്ഞപ്പോഴാണ് ട്രെയിനിൽ എത്തിയത്. നമ്മൾ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും 6 മണി കഴിഞ്ഞപ്പം ട്രെയിനിൽ നമുക്ക് ബെഡ് കോഫി ആയിട്ട് വന്നു. അങ്ങനെ ബെഡ് കോഫിയും കൊണ്ട് വന്നത് കണ്ടപ്പോഴാണ് എല്ലാവരും എണീറ്റത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബെഡ് കോഫിയിൽ ഒരു ട്രേക്കകത്ത് ചൂടുള്ള വെള്ളം 1 ഗ്ലാസ്, പിന്നെ നമുക്കൊരു 2 കുക്കീസ് ഉണ്ട്, അതുപോലെ ചായ മിക്സ് ചെയ്യാനുള്ള പാൽപ്പൊടിയും തേയിലയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ എണീറ്റു. മോളെ പിന്നെ തോളയിലിട്ട് നമ്മൾ ട്രെയിൻ മഡ്ഗാവിൽ എത്തുന്നത് 10 മണി കഴിയും. അപ്പോൾ എന്തായാലും യാത്ര ചെയ്ത് നമ്മൾ 10 മണി കഴിഞ്ഞപ്പം ഗോവയിലെ മഡ്ഗാവ് എന്ന സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഒരു ഫാമിലി വരുന്നേ ഉള്ളൂ. അവർ നമ്മളിപ്പോൾ രാജധാനിയിലല്ലായിരുന്നു, കോഴിക്കോട് നിന്ന് കയറിയതാണ്. അപ്പോൾ അവർ വേറെ ട്രെയിനിലായതുകൊണ്ട് അവരുടെ ട്രെയിൻ 11 മണിക്ക് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാം കൂടെ 2 ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ നമ്മൾ താമസിക്കുന്ന ഇടത്തേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് മഡ്ഗാവിലേക്ക് 2 അഡൽട്സിന് രാജധാനിയുടെ ടിക്കറ്റ് ആയത്, സെക്കൻഡ് എ സി ടിക്കറ്റ് ആയത് 5735 രൂപയാണ്. ഇത് ഇൻക്ലൂഡിങ് ഫുഡ് ഉൾപ്പെടെയാണ് കേട്ടോ. വെജ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ വെജ് നോൺ വെജ് ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ഞങ്ങൾ നോൺ വെജ് സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡും ഓംലെറ്റൊക്കെ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ വെജുകാർക്ക് അതിനനുസരിച്ചുള്ളതായിരിക്കും ലഭിക്കുക. അപ്പോൾ എന്തായാലും ഫുഡ് ഉൾപ്പെടെ 2 അഡൽട്സിന് 5735 രൂപയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ താമസിക്കുന്നിടത്തോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായ റോഡാണ്. അതിനോടൊപ്പം വളരെ മനോഹരമായി ഇപ്പോൾ റീസെൻ്റ്ലി പണി കഴിപ്പിച്ച നിറയെ ബ്രിഡ്ജുകളും കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഗോവയിൽ ഞങ്ങൾ താമസിക്കുന്നത് നോർത്ത് ഗോവയാണ് ഈ പ്രാവശ്യം താമസിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നോർത്ത് ഗോവയിൽ താമസിച്ചുകൊണ്ട് കുറച്ച് നോർത്ത് ഗോവയിലെ ടൂറിസ്റ്റ് പ്ലേസസും കൂടെ എക്സ്പ്ലോർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർത്ത് ഗോവയിലേക്ക് പോകുന്ന മഡ്ഗാവിൽ നോർത്ത് ഗോവയിൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഇറങ്ങിയ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ 5 ഫാമിലി 2 വണ്ടിയിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെ എല്ലാം മെയിൻ ഫേമസ് ആയിട്ട് ഗോവൻ ഫിഷ് താളിയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി കുറച്ചൊരു നാനും ബട്ടർ ചിക്കനും അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. കൂടുതലും പേരും ഫിഷ് താളിയാണ് ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു താളിയായിരുന്നു. കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ഇരിക്കുകയാണ്. നമ്മൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന വില്ലയിലെത്തി. അപ്പോൾ എന്തായാലും ഈ വില്ലയിലെ കാഴ്ചയുള്ള ഒരു ഹോം ടൂറായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.